ഹലോ നമസ്കാരം. നമ്മൾ പശുവിലെല്ലാം ട്രെയിനിങ് സെൻറ്ററിലാണ്. ഇതാണ് ഇവിടുത്തെ വാഹനങ്ങൾ. ഇവിടെ ഈ വാഹനങ്ങളെല്ലാം ഇവിടെ ഒരു 15-17 വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളെല്ലാം നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഇത് ഹെവി ഡ്യൂട്ടി ബസ്സുകൾ, B6 ലോറികൾ, ഇപ്പോൾ ഇതൊക്കെ കണ്ടു. ഇതെല്ലാം B6 16 വീല് വാഹനങ്ങളാണ്. ഈ വാഹനത്തിലെല്ലാം നമുക്ക് ട്രെയിനിങ് ലഭിക്കും. പിന്നെ നമുക്കിത് പല രീതിയിലുള്ള കോഴ്സുകളുണ്ട്. 1 മാസത്തേക്കോ 5 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ അത് ഏത് വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിന് എടുക്കാൻ കഴിയും. പിന്നെ ട്രെയിലർ ട്രെയിനിങ്ങിന് നല്ലൊരു ഓപ്ഷനാണ് ഈ അശോക് ലേലൻ ട്രെയിനിങ് സെൻറ്റർ. ഇവിടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റാണ്. മാത്രമല്ല ഇവിടെ പല കമ്പനികളിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള പല കമ്പനികളിൽ ഇൻ്റർവ്യൂ നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോലി ആവശ്യമുള്ളവർക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളൊന്നാണിത്. ഇതൊരു 30 ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് പുറത്ത് താമസിക്കാനുള്ള സൗകര്യം കിട്ടും. പിന്നെ ഈ വാഹനങ്ങളെല്ലാം ഇത് 16 വീൽ വാഹനമാണ്. പിന്നെ ഇത് 12 വീലാണ്. ഇതും 12 വീൽ വാഹനമാണ്. പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവിധ നമുക്ക് ലൈസൻസ് ഉള്ളവർക്ക്, ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ കഴിയാത്തവർക്ക് ഇത് ഒരു ഓപ്ഷനാണ്. കാരണം വിദേശത്ത് പോകാൻ താല്പര്യമുള്ള ആൾക്ക് ട്രെയിലർ ട്രെയിനിങ്, ഹെവി ഡ്യൂട്ടി ബസ്സുകളുടെ ട്രെയിനിങ് എല്ലാം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഞങ്ങൾ ഒരു ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് കയറി നോക്കുക. പിന്നെ ഈ വീഡിയോ ഗുണകരമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, നമസ്കാരം. ഹലോ, ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ ടീമിലുള്ളതാണ്. ഇത് അരുണ്, ഇതാണ് കോളി ഹിൽസ്. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ഈ ബാച്ചാണ്. ഇത് ഈ ബാച്ച് മൊത്തമാണ്. ഓരോ ബാച്ചായിട്ടാണ് ട്രെയിനിങ് എടുക്കുന്നത്. പിന്നെ ഇതാണ് കോളി ഹിൽസ്. ഇത് മേളിൽ ഇത് അപ്പുറത്തല്ല, ഇത് കൊക്കയാണ്. ഇത് ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ഇപ്പോൾ ഹെയർ പിൻ വിളവുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ രമേശൻ സാറ്. പിന്നെ ഇത് ഞങ്ങളുടെ ഇത് ഹൈദരാബാദ് വന്നിരിക്കുന്നതാണ്, എയർപോർട്ട് ഡ്യൂട്ടിയിലാണ്. ഇത് നമ്മുടെ അരുണാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ബാച്ചാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പോകുന്ന ഇവിടെ ട്രെയിനിങ് തരുന്ന കോളി ഹിൽസ്. ഇത് മുഴുവൻ ഹെയർ പിൻ വളവുകളാണ്. താഴെ കാണുന്നതെല്ലാം കൊക്കയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. ഹലോ ഗൈസ്, ഇതാണ് അശോക് ലേലൻ്റെ ഹിൽ ഏരിയ ട്രെയിനിങ് സെൻറ്റർ. മലയുടെ മുകളിൽ വണ്ടി ഓടിച്ചുള്ള പരിശീലനമാണിത്. റാണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഇത് കണ്ടത് ഭയങ്കര മലയത്. ഇത് 70 ഹെയർപിൻ വളവുകളാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ട്രെയിനിങ് വളരെ വർത്തിയാണ്. ഇത് കണ്ടോ, താഴെയെല്ലാം ഭയങ്കര കൊക്ക. ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഗവൺമെൻറ് ഒരു വലിയൊരു ഫോറസ്റ്റ് അത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത് നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് ഗുണകരമാകും. ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒന്നും നമുക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമല്ല. അതുകൊണ്ട് ലൈസൻസ് ഉള്ളവർ വരെ ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, വണ്ടി ഓടിക്കാൻ റോഡിലൊക്കെ ഭയമാണ്. അങ്ങനെയുള്ള ആളുകൾ, ഹെവി ബസ് തുടങ്ങിയ ആളുകൾക്ക് തുടങ്ങിയ വണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതാണ്. താഴെയൊക്കെ ഇത് കൊക്കയാണ്. ഹായ്, ഇത് നമ്മൾ കൊള്ളി ഹിൽസ് ചുരം കയറി വരുമ്പം ഏറ്റവും ടോപ്പിലുള്ള ടൗണാണ് കേട്ടോ. ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുറേ സാധനം ഇവിടുത്തെ ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചക്കയ്ക്ക് 200 രൂപയാണ് കേട്ടോ വില. പൈനാപ്പിള്, പിന്നെ കുറേ സാധനങ്ങൾ വിൽക്കാൻ ചെറിയ ചെറിയ കടകൾ ഏറ്റവും ടോപ്പിലായിട്ട്. അതൊന്ന് കാണിച്ചു കൊടുക്കേ. എന്തൊക്കെയോ പുളികളോ എന്തൊക്കെയോ സാധനങ്ങളിരിക്കുന്നു. ഇത് പൈനാപ്പിള്. അമ്മ ഇത് എவ்வளோ വില? ആ, 3 പഴം 100 രൂപ. 3 പഴം 100 രൂപ. ഇതാട്ടോ ടൗണിലെ കാഴ്ചകൾ. എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഇതിൻ്റെ മേളിൽ 90,000 പേര് താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഈ മലയുടെ മേളിൽ. ഇതിനെന്തൊരു പേരുണ്ട്. ഇത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. മേലുവേദനയ്ക്കെല്ലാം വളരെ നല്ല സാധനം. ആട്ടുംകാൽ സൂപ്പ് എന്ന് പറയും. ഇത് ഇവരിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഇത് പിന്നെ വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും മുളകും ഒക്കെ ഇട്ട് എന്തോ സൂപ്പ് പോലെ ഉണ്ടാക്കി കുടിക്കുന്ന സാധനമാണ്. ശരീരവേദനയ്ക്ക് വളരെ നല്ലതെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു ഇത്. ഇത് ആട്ടുംകാൽ സൂപ്പ് എന്ന് പറയും. നമ്മൾ ആട്ടുംകാൽ സൂപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇത് മുടവാൽ എന്തോ ഇതിന് പേര് പറയും. ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് തിളച്ച വെള്ളത്തിലിട്ട് ഇതുണ്ടാക്കിയെടുത്ത് സൂപ്പ് പോലെ കുടിക്കാവുന്നതാണ്. ഇതിനുള്ള വില കിലോയ്ക്ക് 100 രൂപ. ഇത് കുടിച്ചാൽ ശരീരവേദന എല്ലാം പോകുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്.
ഇവിടെ ഇത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ജീരകം, പെരിഞ്ചീരകം, കടുക് തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. കടല, ഇത് നമ്മുടെ നാട്ടിൽ ഇത് എന്ത് പയറാണെന്ന് എനിക്കറിയത്തില്ല. ഇത് പിന്നെ ഇത് ചുമന്ന പയർ. ഇത് തന്നെയാണ് ഇത് സീക്കായ എന്തോ ഒരു സാധനം. ഇത് മുളകല്ലേ? മിളക്. നമ്മുടെ നാട്ടിൽ മുളകെന്ന് പറയും, ഇവരിവിടെ മിളകെന്ന് പറയും. പിന്നെ ഇതാ അങ്ങനെ ഫുള്ളെല്ലാം പാക്കറ്റായിട്ട് എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇത് വേദനയ്ക്ക് നല്ലതാ? മുട്ട് വലിക്ക? മുട്ടുവേദനയ്ക്കുള്ളത്. യൂക്കാലി. ഇത് എണ്ണ തലയിൽ തേക്കുന്നത്. ഇത് ഇവിടുത്തെ സാമ്പ്രാണി തിരി കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത്. അല്ലേ ഇപ്പോൾ സാമ്പ്രാണി അല്ലേ ഇത്? സാമ്പ്രാണി. ഇതല്ല എന്നാണ് ഇത്? നാച്ചുറൽ സാമ്പ്രാണി. ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകൾ. ഇത് തന്നെയാണ് ഇത്? ഇത് ഏതൊക്കെ യൂസ് ചെയ്യണോ? പ്രഷർ ഷുഗർക്കല്ല. ഇത് നല്ലതാണെന്ന് പറഞ്ഞ് അതിൻ്റെ പേര് പറഞ്ഞു. ഇത് സാമ്പ്രാണി. ഇതാ ഇതൊരു കളറ്, ഇതൊരു കളറ്, ഇതൊരു കളറ്. ഇതാ വലിയൊരു ടൈപ്പ് പയർ. ഇതാ എന്തോ ഇതാ വെള്ള പയർ. ഇവിടെ എല്ലാ സാധനവും ഇങ്ങനെ ഇതാ കിടക്കും. എല്ലാ സാധനവും കിട്ടും ഇവിടെ. ഇതാ മഞ്ഞൾ, നല്ല മണമുണ്ട് കേട്ടോ. നല്ല നാടൻ മഞ്ഞൾ, അതിൻ്റെ പൊടിയുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെയുണ്ട്. ഒരു ചെറിയ എല്ലാം ഉള്ളൊരു ചെറിയ മാർക്കറ്റ്. ഇത് നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടുന്ന ചക്ക, ചീഞ്ഞ് ചാടിപ്പോണ ചക്കയ്ക്ക് ഇവിടെ 300 രൂപ കേട്ടോ വില ഒരു ചക്കയ്ക്ക്. പൈനാപ്പിൾ 3 എണ്ണം 100 രൂപ. ഇത് ഇവിടുത്തെ ഒരു ചെറിയ ചന്തയാട്ടോ.